നമസ്കാരം. നമ്മുടെ വീട്ടിലെ ഇലക്ട്രിസിറ്റി മീറ്ററിൽ ഒരു ചെറിയ വിളക്ക്, ഒരു ചെറിയ LED ലാമ്പ് കത്തിക്കിടക്കുന്നതാണ്. 24 മണിക്കൂറും അത് കത്തിക്കിടക്കും. വൈദ്യുതി ബന്ധം വീട്ടിലുള്ളപ്പോഴെല്ലാം അത് ഇങ്ങനെ കത്തിക്കിടക്കും. അതിൻ്റെ പണം അടയ്ക്കുന്നത് ഉപഭോക്താവ് തന്നെയാണ്. ഇപ്പോൾ 1000, 100 യൂണിറ്റോ 200 യൂണിറ്റോ അടയ്ക്കുന്ന ഉപഭോക്താവിന് ഒരു പക്ഷേ ഈ ലാമ്പ് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഒന്നോ രണ്ടോ യൂണിറ്റ് മാത്രമാണ് ചിലവാകുന്നത്. അപ്പോൾ പലപ്പോഴും ഉപഭോക്താവ് കാര്യമായിട്ട് ശ്രദ്ധിക്കാറില്ല. പഴയ മീറ്ററുകളിൽ അങ്ങനെ കണ്ടിട്ടില്ല. ഇപ്പോൾ പുതിയതായിട്ട് KSEB കൊണ്ടുവയ്ക്കുന്ന മീറ്ററിലാണ് ഈ ലൈറ്റുള്ളത്, ചെറിയ ലൈറ്റുള്ളത്. അത് 24 മണിക്കൂറും ഓണായി കിടക്കുകയും ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഉപയോഗം എന്താണ് എന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. ഇത് വീട്ടിൽ വൈദ്യുതി ഉണ്ട് എന്നറിയിക്കാനുള്ള സംവിധാനമാണോ? ഇപ്പോൾ വൈദ്യുതി നമ്മുടെ മീറ്ററൊക്കെ വെച്ചേക്കുന്നത് വലിയൊരു ബോക്സിനകത്ത് കെട്ടിപ്പൂട്ടി വെച്ചേക്കുകയാണ്. അപ്പോൾ അത് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വീട്ടിൽ വൈദ്യുതി ഉണ്ടെന്നറിയാനുള്ള സംവിധാനം വേറെ ഒരുപാട് നമുക്ക് ഉള്ളപ്പോഴാണ് ഈ മീറ്ററിൽ ഇരുന്ന് ചെറുതായിട്ട് മിന്നിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇലക്ട്രിസിറ്റിയിലെ ഒരു ഉദ്യോഗസ്ഥരോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് നമ്മുടെ ഈ മീറ്ററുകൾ നിർമ്മിക്കുന്നത് വളരെ ഉന്നത ഗുണനിലവാരം പുലർത്തുന്ന കമ്പനികളാണ്. അപ്പോൾ അതേത് സ്റ്റാൻഡേർഡ് നമ്മൾ കീപ്പ് ചെയ്യുമെന്ന് പറയും. ശരി. അപ്പോൾ ഇതിൻ്റെ പെർ യൂണിറ്റ് അത് ഒരു യൂണിറ്റോ 2 യൂണിറ്റോ അത് മാസം അത്രയേ എടുക്കുള്ളൂ. ശരി, ഉപഭോക്താവ് അത് കാര്യമായിട്ട് ശ്രദ്ധിക്കാറില്ല. പക്ഷേ ഇതിൻ്റെ പിന്നിലെ കള്ളക്കളി കാണിക്കുമ്പോഴാണ് നമ്മൾ മലയാളികൾ നെഞ്ചിടിച്ചു പോകുന്നത്. പാഡ്സ് കഫേയിലേക്ക് സ്വാഗതം. ചൂടുള്ള ചായക്കപ്പം, ചൂടുള്ള വാർത്തകൾ. ഈ 2 യൂണിറ്റ് പ്രതിദിനം നമ്മുടെ വീട്ടുകളിൽ നമ്മൾ ഉപയോഗിക്കുന്നത്, ഒരു യൂണിറ്റ് നമ്മൾ കൊടുക്കുന്നത് 3 രൂപ ചില്ലറ പൈസയാണെന്ന് തോന്നിയത്, കൃത്യമായിട്ട് എനിക്കറിയില്ല. 3 രൂപയ്ക്ക് മുകളിലാണ്. പക്ഷേ ഈ 3 രൂപ ഒരു മാസം ചിലപ്പോൾ 2 യൂണിറ്റ് നമ്മളെ നിന്ന് എടുക്കുമ്പോൾ നമുക്ക് ഒരുപക്ഷെ 6 രൂപയോളം KSEB നമ്മളെ നിന്ന് ഈടാക്കും. ഉപഭോക്താവ് അതിനെ ഒരു പ്രശ്നമേ അല്ല. 900-1000 രൂപ അടയ്ക്കുന്ന ഒരു ഉപഭോക്താവിന് 2 മാസം കൂടുമ്പോൾ 1500 അടയ്ക്കുന്ന, 2000 അടയ്ക്കുന്ന ഉപഭോക്താവിന് 6 രൂപ ഒരു പ്രശ്നമല്ല. പക്ഷേ ഈ 6 രൂപ കോടിക്കണക്കിന് രൂപയായിട്ട് KSEB നമ്മളിൽ നിന്ന് ഊറ്റിക്കൊണ്ടിരിക്കുന്ന എന്ന സത്യം അറിയുമ്പോഴാണ് നമുക്കിതിൻ്റെ കൊള്ളയുടെ വ്യാപ്തി മനസ്സിലാവുന്നത്. ആർക്കും ഒരു ഉപകാരമില്ലാത്ത ഈ ഒരു ലൈറ്റ് കൊണ്ട് KSEB കൊയ്യുന്നത് കോടികളാണ്. നമ്മുടെ നാട്ടിലെ വൈദ്യുതീകരിച്ച വീടുകളുടെ എണ്ണം ഏകദേശം 90 ലക്ഷത്തിനും 1.25 കോടിക്കും ഇടയിലാണ്. ഫാക്ടറികൾ വേറെ, അതിൽ നിന്നുള്ള വരുമാനം വേറെ. ഇതൊന്ന് ആലോചിച്ചു, ഇത് ഈ കണക്കുകളൊന്ന് കൂട്ടി നോക്കൂ. ഒരു വീട്ടിൽ നിന്ന് 6 രൂപ പിരിക്കുന്ന, ആർക്കും ഒരു ഉപയോഗമില്ലാതെ 24 മണിക്കൂറും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലൈറ്റിൽ നിന്ന് മാത്രം KSEBക്ക് കിട്ടുന്നത് ഏതാണ്ട് 60,000-65,000 കോടി രൂപയാണ്. അതൊരു കൊള്ളയാണ്. നമ്മൾ ആർക്കും അത് ശ്രദ്ധിക്കില്ല. ഒരുപക്ഷെ നമ്മളത് ശ്രദ്ധിക്കാറില്ല. ഇനിയിപ്പോൾ നമ്മൾ ആരെങ്കിലും പ്രതിഷേധത്തിൽ ഇറങ്ങിയാൽ തന്നെ KSEB അത് മാറ്റാനും പോകുന്നില്ല. പക്ഷേ ഈ ഇത്രയും വലിയ കൊള്ള നടത്തുന്ന ഒരു സ്ഥാപനമാണ് നമ്മുടെ KSEB. അതിൻ്റെ വിവിധ വശങ്ങളുണ്ട്. പക്ഷേ ഈ KSEB ഇങ്ങനെയും കൊള്ളയടിച്ചിട്ട് നമ്മുടെ നാട്ടിലെ സംരംഭകരെ അവർ മുച്ചൂട് മുടിക്കുകയാണ്. വാടക മീറ്റർ വാടക അടയ്ക്കാനോ അല്ലെങ്കിൽ കറണ്ട് ചാർജ് അടയ്ക്കാനോ കുറച്ചൊന്ന് താമസിച്ച് കഴിഞ്ഞാൽ അപ്പോഴേ വന്ന് വൈദ്യുതി ഊരുന്ന പല സംഭവങ്ങളും ഈ അടുത്ത കാലത്ത് വളരെ ഫേമസ് ആയിട്ടുണ്ട്. പക്ഷേ ഇത് നമുക്ക് സർവകാല നിയന്ത്രണങ്ങളും ഭേദിച്ച് മുന്നേറുന്നു, റെക്കോർഡ് വൈദ്യുതി ഉപയോഗം എന്നൊക്കെ പറയുമ്പോൾ ഈ ഡൽഹിയിൽ വൈദ്യുതി 200 യൂണിറ്റ് വരെ ഫ്രീ ആണ്. തമിഴ്നാട്ടിൽ 100 യൂണിറ്റ് സൗജന്യം. ഇവിടെ കൊള്ളയടിക്കുകയാണ് ഒരു സംഘം ഉദ്യോഗസ്ഥർ ചേർന്ന്. അല്ലെങ്കിൽ KSEBയുടെ തലപ്പത്തിരിക്കുന്ന 10 ലക്ഷത്തിലധികം ശമ്പളം വാങ്ങിക്കുന്ന 100-500 ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവരെല്ലാം തീറ്റിപ്പോറ്റണമെങ്കിൽ ഉപഭോക്താവിനെ ഇങ്ങനെ കൊള്ളയടിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. കാരണം അവർക്ക് ഈ ഭരണത്തിലിരിക്കുന്ന അല്ലെങ്കിൽ പ്രതിപക്ഷത്തിരിക്കുന്ന 2 പാർട്ടിയുടെയും തൊഴിലാളി സംഘടനകളാണ് ഇതിനകത്ത് പ്രവർത്തിക്കുന്നത്. കേരളത്തിലേക്ക് രണ്ടാമതൊരു വൈദ്യുതി വിതരണ കമ്പനിയെ എത്തിക്കാൻ ഇന്നേ വരെ ഈ തൊഴിലാളികളോ ഈ തൊഴിലാളി വർഗ്ഗങ്ങളോ അല്ലെങ്കിൽ ഭരണത്തിലിരിക്കുന്നവരോ സമ്മതിക്കില്ല. കാരണം ഈ KSEB എന്ന് പറഞ്ഞ ഒരു വെള്ളാനയാണ്. ഈ കഴിഞ്ഞ പ്രാവശ്യം കണ്ടു കേരളത്തിലെ മുഖ്യമന്ത്രി ദുരിതാശ്വാസത്തിൽ ഒരു ഓഫീസിൽ നിന്ന് തന്നെ പിരിച്ചു കൊടുത്ത കോടികളാണ്. എങ്ങനെ പിരിച്ചു കൊടുക്കാതിരിക്കുക? അത്രയും വരുമാനമാണ്, അല്ലെങ്കിൽ അത്രയ്ക്കും വലിയ ശമ്പളം കൊടുത്തിട്ടാണ് ഈ ഉദ്യോഗസ്ഥരെ ഇരുത്തുന്നത്. അപ്പോൾ അവർ ഈ രണ്ടാമതൊരു കമ്പനി നമ്മുടെ കേരളത്തിൽ വൈദ്യുതി വിതരണത്തിൽ എത്തിക്കഴിഞ്ഞാൽ KSEBയുടെ കുത്തക തകരും. KSEBയുടെ നയങ്ങൾ ചോദ്യം ചെയ്യപ്പെടും. ഈ റെഗുലേറ്ററി കമ്മിറ്റി ആവശ്യപ്പെടുന്നതനുസരിച്ച്, അല്ലെങ്കിൽ KSEB പറയുന്നത് റെഗുലേറ്ററി കമ്മിറ്റിയാണ് വൈദ്യുതി ചാർജ് കൂട്ടാൻ പറയുന്നതാണ്. അപ്പോൾ വീണ്ടും വൈദ്യുതി ചാർജ് കൂട്ടാനുള്ള ശ്രമത്തിലാണ്. ആർക്കും ഒരു ഉപയോഗമില്ലാത്ത ഒരു ചെറിയ ലൈറ്റിൽ നിന്നും ഇത്രയും കോടികൾ നേടുന്ന KSEBയുടെ നയം എത്രയോ വർഷം ഒരു മീറ്ററിന് അവർ 20 രൂപ വെച്ച് മാസം 2 മാസം കൂടുമ്പോൾ ഈടാക്കും. ആ മീറ്റർ നിർമ്മിക്കുന്ന കമ്പനിക്ക് ഒരുപക്ഷെ അത് 1000 രൂപയ്ക്ക് അല്ലെങ്കിൽ അതിൽ താഴെ KSEBക്ക് കൊടുക്കാൻ കഴിയും. പക്ഷേ ഇത് മേടിച്ച് ഉപയോഗിക്കുന്ന ഉപഭോക്താവ് ആ മീറ്റർ
അത് 10 വർഷത്തേക്ക് എന്തായാലും ഒരു 5-6 വർഷത്തെ 10 വർഷത്തോളം അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന് കൊടുക്കേണ്ട വില എത്രയാണ്? ഈ 900 രൂപ പിന്നെ 1000 രൂപയിൽ താഴ്ന്ന ഒരു മീറ്റർ മേടിച്ച് അത് ഉപഭോക്താവിൻ്റെ തല അടിച്ചേൽപ്പിച്ചിട്ട് മാസാമാസം ഷെലോക്കിനെ പോലെ അല്ലെങ്കിൽ കൊള്ളപ്പലിശക്കാരൻ്റെ ബുദ്ധിയോടുകൂടി ഈ കൊള്ളയടിച്ചുകൊണ്ട് പോകുന്നത് KSEB എന്ന് പറയുന്ന മഹാ കൊള്ളക്കാരൻ എന്ന അവരെ കൊള്ളക്കാരൻ തന്നെ വിളിക്കണം. ഒരുപക്ഷെ പോലീസൊക്കെ നേരിട്ട് അഴിമതി നടത്തും, പോലീസും റവന്യൂ വകുപ്പൊക്കെ നേരിട്ട് അഴിമതി നടത്തുകയാണെങ്കിൽ ഒളിച്ചിരുന്ന് പിടിച്ചു പറിക്കുകയാണ് കേരളത്തിലെ KSEB. രണ്ടാമതൊരു പിന്നെ വൈദ്യുതി വിതരണ ശൃംഖല കേരളത്തിൽ വരേണ്ടത് അത്യാവശ്യമാണ്. അത് പൊതുജനങ്ങൾ വിചാരിച്ചാൽ മാത്രമേ നടക്കുള്ളൂ. നമ്മുടെ ഭരണകർത്താക്കൾ, നട്ടലുള്ള ഭരണകർത്താക്കൾ കേരളം ഭരിച്ചിരുന്നെങ്കിൽ എന്നേ ഒരു രണ്ടാമതൊരു സ്വകാര്യ കമ്പനി എന്ന് പറയുമ്പോൾ എന്താണ് ഇത്ര പുച്ഛം ആൾക്കാർക്ക്? സ്വകാര്യ പിന്നെ സ്ഥാപനങ്ങൾ വന്നതിലൂടെയാണ് മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അത് എല്ലാ മേഖലയിലും തെളിയിച്ചിട്ടുള്ളതാണ്. പക്ഷെ നമ്മുടെ കേരളത്തിൽ മാത്രം സ്വകാര്യ കമ്പനികളെ പടിക്ക് ജനങ്ങളുടെ ആഗ്രഹമാണ് രണ്ടാമതൊരു കമ്പനി വരണം. അപ്പോഴാണ് ഈ KSEB എന്ന് പറയുന്ന വെള്ളാനയുടെ അല്ലെങ്കിൽ KSEB എന്ന് പറയുന്ന മടിക്കുത്തഴിപ്പുകാരൻ്റെ അല്ലെങ്കിൽ കൊള്ളക്കാരൻ്റെ പട്ടാപ്പകൽ പഴയ കാർട്ടൂണിൽ കാണാക്ക് മീശ വിരിച്ച് കണ്ണ് മൂടിക്കെട്ടി തോളത്തൊരു മാറാപ്പുമായി കസ്റ്റമറിനെ അല്ലെങ്കിൽ ഉപഭോക്താവിനെ കൊള്ളയടിക്കാൻ ഇറങ്ങുന്ന KSEB എന്ന് പറയുന്ന ഈ ഒരു മഹാമേരുവിന് നിയന്ത്രിച്ചില്ലെങ്കിൽ ഭാവിയിൽ വളരെ അധികാലമൊന്നും ഇത് പോകില്ല. കാരണം അത്രയ്ക്കും അധികം ജനങ്ങൾ ഇവറ്റകളെ മടുത്തു കഴിഞ്ഞു. ഇനിയിപ്പോൾ വീണ്ടും കറണ്ട് ചാർജ് കൂട്ടാനുള്ള ഒരു വലിയ റെഗുലേറ്ററി കമ്മീഷൻ്റെ സമ്മേളനം വിളിച്ചിട്ടുണ്ടെന്ന് അറിയുന്നത്. അതിൽ പോയി ഇവരുടെ ആൾക്കാർ ഇതിലെ ഉദ്യോഗസ്ഥരെ അവരുടെ ഈ 10 ലക്ഷവും 15 ലക്ഷവും ശമ്പളം മേടിക്കുന്ന ആ ഉദ്യോഗസ്ഥരെ കീഴാമൂളികൾ വന്നിരിക്കും. അവർ പറയും വൈദ്യുതി വർധന ആവശ്യമാണെന്ന് പറയും. റെഗുലേറ്ററി കമ്മിറ്റി അത് അംഗീകരിക്കും. അതാണ് കാലാകാലങ്ങളായിട്ട് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഉദ്യോഗസ്ഥ വൃന്ദങ്ങളെ നിലയ്ക്ക് നിർത്താൻ കഴിയുന്ന ഒരു ഭരണകൂടം ഉണ്ടായിട്ടില്ല. ഒരുപക്ഷെ ഭാവിയിൽ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയെങ്കിലും ഈ ഒരു കൊള്ള അവസാനിപ്പിക്കാൻ കഴിഞ്ഞാൽ, നമുക്ക് ഓരോരുത്തർക്കും ശബ്ദമുയർത്തി നമ്മൾ ചിന്തിക്കാൻ കഴിഞ്ഞാൽ, അവരും നാളെ രാവിലെ KSEB വന്നിട്ട് നമ്മളെ മീറ്റർ ലൈറ്റ് ഒന്നും അഴിച്ചുകൊണ്ട് പോകത്തില്ല. പക്ഷേ ഇതൊരു കൊള്ളയാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ഈ കൊള്ള നമ്മൾ പ്രതിഷേധിക്കുന്നവരെ തുടർന്നുകൊണ്ടിരിക്കും. നമുക്ക് ഈ കൊള്ള നമ്മൾ നേരിടുക തന്നെ വേണം. അപ്പോൾ പാഡ്സ് കവല വീണ്ടും കാണാം. ചൂടുള്ള ചായക്കും.